നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഈ വർഷത്തിൻ്റെ ആരംഭ ദിനം മുതൽ ഈ ദിവസം വരെയും ദൈവം നമ്മെ സൂക്ഷിച്ചു. വേണ്ടതായ എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം നൽകി. ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് സമാധാനം നമ്മുടെ ഹൃദയത്തിൽ തന്ന് ദൈവം നമ്മെ പരിപാലിക്കുന്നു എന്നുള്ളതാണ്. സങ്കടത്തിൻ്റെ തുരുത്തിൽ നമ്മൾ മുങ്ങിപ്പോകാതെ ചേർത്ത് നിർത്തുകയും സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ദൈവം നമ്മുടെ ഹൃദയത്തെ നിറച്ച് ജയോത്സവമായി ദൈവം നടത്തുന്നതിനെ ഓർത്ത് സകല മാനവും മഹത്വവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് അല്പസമയത്തെ വിചിന്തനത്തിനു വേണ്ടി 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാമത്തെ അധ്യായം അതിൻ്റെ 43-ഉം 44-ഉം വാക്യങ്ങളാണ്. നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അതിന് അവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. 7-ാം പ്രാവശ്യമോ അവൻ ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. അതിന് അവൻ നീ ചെന്ന ആഹാബിനോട് മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്കുക എന്ന് പറഞ്ഞു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ്. ഏലിയാവിൻ്റെ ചെറുതും വലുതുമായ 5ഓളം പ്രാർത്ഥനകളും അതിന് ദൈവം കൊടുത്ത മറുപടികളും നമ്മൾ ദൈവവചനം സൂക്ഷ്മമായി പഠിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മഴ പെയ്യാതിരിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു, തീ ഇറക്കേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നതിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ ഏലിയാവിൻ്റെ പ്രാർത്ഥന, തീ ഇറങ്ങി യാഗവസ്തുക്കളെല്ലാം ദഹിച്ച അനന്തരം ഏലിയാവ് ആഹാബിനോട് പറയുകയാണ്, ഞാൻ വലിയ മഴയുടെ മുഴക്കം കേൾക്കുകയാണ്. 3.5 വർഷക്കാലം ദേശത്ത് മഴ പെയ്യാതെ ഉണങ്ങി വരണ്ട് കിടക്കുമ്പോൾ ഭക്തൻ ദൈവശബ്ദം കേട്ടിട്ട് അവിടുത്തെ അധികാരിയായിരിക്കുന്ന രാജാവിനോട് പറയുന്നു, മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് നീ രഥം പൂട്ടി ഇറങ്ങിപ്പോയിക്കൊള്ളുക, വലിയ മഴയുടെ മുഴക്കം ഉണ്ട് എന്ന് പറയുകയാണ്. അതിനുശേഷം ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്ത് യാത്ര തുടരുകയാണ്. ഏലിയാവ് ദൈവിക സന്ദേശം പറഞ്ഞ അനന്തരം കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തൻ്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് തൻ്റെ ബാല്യക്കാരനോട്, ഏലിയാവ് എന്തായിരിക്കും അവിടെ ചെയ്തത്? വിശ്വാസത്തിൻ്റെ വാക്ക് അന്തരാത്മാവിൽ ദൈവം കൊടുത്ത നിയോഗമനുസരിച്ച് പറഞ്ഞനന്തരം കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ മുഴങ്കാലുകൾക്ക് ഇടയിൽ തലയിട്ട് കുനിഞ്ഞ് ഏലിയാവ് പ്രാർത്ഥിക്കുകയാണ്. ബാല്യക്കാരനോട് പറയുകയാണ്, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അതിന് ഏലിയാവ് പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറയുകയാണ്. ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ പലപ്പോഴും കുഴച്ചു കളയുന്ന മടുപ്പുളവാക്കുന്ന കാര്യമാണ് ദൈവം സംസാരിച്ചിട്ടും യാതൊരു ചലനങ്ങളില്ലാതെ പ്രവർത്തനരഹിതമായ സാഹചര്യങ്ങളിലൂടെ പോകേണ്ടതായി വരികയാണ്. നിരന്തരമായി ഏലിയാവിടെ പ്രാർത്ഥിച്ചിട്ടും ദൈവശബ്ദം പ്രാർത്ഥനാമുറിയിൽ കേട്ടതാണ്. അവിശ്വാസത്തിൻ്റെ വാക്കല്ല അവിടെ പറഞ്ഞത്. ദൈവം ചെയ്യാൻ പോകുന്ന കാര്യം വ്യക്തമായി താൻ ശബ്ദം കേട്ടിട്ടാണ് ആഹാബിനോട് പറയുന്നത്, ഞാൻ വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നു. പക്ഷെങ്കിൽ പ്രാർത്ഥനയ്ക്കായി താൻ മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ യാതൊരു ചലനവും കാണുന്നില്ല. എന്നാൽ ഏലിയാവും അടുത്തുപോയില്ല. നിരന്തരമായി ഒരേ വിഷയത്തിനു വേണ്ടി, ദൈവം പറഞ്ഞ കാര്യത്തിനു വേണ്ടി, അതിന് നടപടിയുടെ പൂർത്തീകരണത്തിനു വേണ്ടി ഏലിയാവ് ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുകയാണ്. 7-ാമത്തെ പ്രാവശ്യം ബാല്യക്കാരൻ പോയി നോക്കിയിട്ട് മടങ്ങി വന്ന് പറയുകയാണ്, ഇതാ കടലിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നടക്കാത്ത കാര്യങ്ങൾ, സാധ്യതയില്ലാത്ത കാര്യങ്ങൾ, വരണ്ടുപോയത്, ആണ്ടുപോയത്, കരകയറാൻ കഴിയാതെ പ്രശ്നത്തിൻ്റെ നടുവിൽ തകർന്ന് തരിപ്പണമായ സാഹചര്യമായിരിക്കാം നിങ്ങളുടെ കുടുംബത്തിലേത്. എന്നാൽ നിരന്തരമായ പ്രാർത്ഥന കൊണ്ട് ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും എന്ന് വായിക്കുന്നത് പോലെ ദൈവം പണിയുന്നവനാണ്. പിശാച് തകർക്കുന്നവനാണെങ്കിൽ, പിശാച് താഴ്ത്തുന്നവനാണെങ്കിൽ, പിശാച്
വെളിപ്പെടാതെ വണ്ണം മറയ്ക്കുന്നവരാണെങ്കിൽ നമ്മുടെ ദൈവം പൊക്കിക്കൊണ്ടുവരുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയാൽ പൊങ്ങി വരാത്ത ഒരു വിഷയവുമില്ല. എത്ര നിലംപരിചായാലും താളടിയായെന്ന് തോന്നിയാലും നിരന്തരമായ പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുവാനുള്ള മനോഭാവം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ബലപ്പെട്ട് നിരന്തരമായി നിങ്ങളുടെ ലൈഫിൽ ചിലത് പൊങ്ങിയേ പറ്റുകയുള്ളൂ. അതിനുവേണ്ടി മറഞ്ഞുപോയത്, മാറിപ്പോയത്, നീങ്ങിപ്പോയത് വെളിപ്പെടുന്നതിനു വേണ്ടി ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ചാൽ ഈ വർഷത്തിൻ്റെ അവസാന ദിവസം പരിശുദ്ധാത്മാവ് പറയുകയാണ്, കയ്യോളം വലിപ്പമുള്ള മേഘം പൊങ്ങിയതുപോലെ പ്രാർത്ഥനയുടെ മുൻപിൽ ചിലത് പൊങ്ങി വരുവാനായിട്ടിടയാകും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ മുൻപിൽ മാത്രമല്ല, എവിടെ ദൈവത്തെ പാടി ആരാധിക്കുമോ, ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുമോ, അവിടെ താണുകിടക്കുന്ന ഇടത്ത് ദൈവം ചില ഉറവകളെ പൊക്കിക്കൊണ്ടുവരുന്നവനാണ്. സംഖ്യാപുസ്തകം 21 16 വാക്യത്തിൽ ഇസ്രായേൽ ജനം ബേരിലേക്ക് പോയി, യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടുക, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അത് തന്നെ. ആ സമയത്ത് ഇസ്രായേൽ, കിണറേ പൊങ്ങിവാ, അതിന് പാട്ടുപാടുവീൻ, പ്രഭുക്കന്മാർ കുഴിച്ച കിണർ, ജനശ്രേഷ്ഠന്മാർ ചെങ്കോൽ കൊണ്ടും തങ്ങളുടെ ദണ്ടുകൾ കൊണ്ടും കുത്തിയ കിണർ എന്ന പാട്ടുപാടി അവിടെ കിണർ പൊങ്ങി വന്നു എന്നാണ് വായിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം ഞാനൊരു സംഭവം കേട്ടു. ഒരു വീട്ടിൽ അമ്മ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ 9 വയസ്സുകാരൻ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ പിന്നീട് വിളിച്ചിട്ട് കാണുന്നില്ല, അന്വേഷിച്ചു. ഏറ്റവും ഒടുവിൽ കിണറിനകത്ത് അവൻ കിടക്കുന്ന ശബ്ദം, ഏതാണ്ട് 13 തൊടി വെള്ളം കിടക്കുകയാണ്. ആ കുട്ടി മുങ്ങി പൊങ്ങുമ്പോൾ സ്തോത്രം പറയുകയാണ്. ഫയർഫോഴ്സുകാരെ വിളിച്ചു. അവർക്ക് പെട്ടെന്ന് അതിനകത്ത് ഇറങ്ങാൻ കഴിയാതെ അന്താളിച്ചു നിൽക്കുമ്പോൾ മുങ്ങിപ്പൊങ്ങുന്ന വേളയിൽ സ്തോത്രം പറയുന്ന ആ കുട്ടിയുടെ സ്തോത്ര ശബ്ദത്തിന് മുൻപിൽ കാഴ്ചക്കാർ കാണുന്നത് ഒറ്റ നിമിഷം കൊണ്ട് ഈ 13 അടി വെള്ളം താഴേക്ക് താണിട്ട് അവൻ ഉണങ്ങിയ നിലത്ത് നിൽക്കുന്നത് പോലെയാണ്. അതിനുശേഷം ആ കുഞ്ഞിനെ അവർ കരയ്ക്ക് കയറ്റിയപ്പോൾ വീണ്ടും അതേപോലെ ആ വെള്ളം അവിടെ വന്നതായ സംഭവം ഞാൻ കേൾക്കുവാനായിട്ടിടയായി. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു, പൊങ്ങാത്തത് പൊങ്ങാൻ ഉള്ള ഏറ്റവും വലിയ മാർഗം, നിങ്ങൾ ദൈവത്തെ ആരാധിക്കൂ, നിരന്തരമായി ദൈവത്തോട് പ്രാർത്ഥിക്കൂ. ദൈവം ചിലത് പൊക്കിക്കൊണ്ടുവരും, അത് നമ്മുടെ ലൈഫിൽ കാണും. മറയ്ക്കാൻ പിശാചിന് കഴിയത്തില്ല. ദൈവം സർവശക്തിയുള്ളവനാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.